ക്രിസ്തുമസിനെ വരവേറ്റ് ലോകം. വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്ര വെളിച്ചം നിറച്ച് ആഘോഷം. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും വീടുകൾ തോറും കരോളും നക്ഷത്ര തിളക്കവുമായി നാടെങ്ങും ആഘോഷം കൊണ്ടാടുകയാണ്. ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ ലോകരക്ഷകനായി ഉണ്ണിയേശു പിറന്നതിന്റെ സ്മരണയിലാണ് ലോകം. ക്രൈസ്തവരുടെ ഒരു തിരുനാൾ ആഘോഷത്തിനപ്പുറം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കൊണ്ടാടുന്ന ഒരു ആഘോഷമായി ക്രിസ്മസ് മാറിക്കഴിഞ്ഞു. നക്ഷത്ര വിളക്കും സാന്റായും കേക്കും ഒരുക്കിയാണ് വിശ്വാസികൾ ക്രിസ്തുമസിനെ വരവേൽക്കുന്നത്. തിരുപ്പിറവിയുടെ സന്ദേശം പകർന്ന പള്ളികളിൽ പ്രത്യേക പാതിരാ കുർബാനയും തിരുക്കർമ്മങ്ങളും നടന്നു. കരോളും ആശംസാ കാർഡുകളും പുൽക്കൂടും ഒക്കെയായി ആഘോഷപൂർവ്വമാണ് ക്രിസ്തുമസിനെ ജനങ്ങൾ കൊണ്ടാടുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ആശംസിച്ചാണ് വിശ്വാസികൾ ക്രിസ്തുമസിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്നത്. സ്നേഹം, ത്യാഗം, സമാധാനം, മനുഷ്യജീവിതം അതിന്റെ പൂർണ്ണതയിലെത്തുന്ന ഇവയെല്ലാം മുറുകെ പിടിക്കുമ്പോഴാണ് എന്ന വലിയ പാഠം ലോകത്തിന് നൽകിയ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണയിലാണ് വിശ്വാസികൾ. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം ഉണർത്തുന്ന പുണ്യദിനമാണ് ക്രിസ്തുമസ്. ഈ ദിനത്തിൽ ഹൈറേഞ്ചിലെ നിരവധി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും നടന്നു. 3 രാജാക്കന്മാർക്ക് രക്ഷകന്റെ വഴികാട്ടിയായ മാറിയ നക്ഷത്രങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ക്രിസ്മസിൻ്റെ വലിയ അനുഭൂതിയാണ്, സന്തോഷമാണ്, സന്ദേശമാണ് ഇവിടെ പകർന്നു നൽകപ്പെട്ടത്. ഇടവകയുടെ കൂട്ടായ്മയുടെയും സഹകരണത്തിൻ്റെയും ഒക്കെ വലിയ അടയാളമായിട്ടാണ് ഈ നക്ഷത്രഗ്രാമം ഇവിടെ സ്ഥാപിച്ചത്. മഞ്ഞിന്റെ കുളിര്, നക്ഷത്രങ്ങളുടെ തിളക്കം, പുൽക്കൂടിന്റെ പുതുമ, പാതിരാ കുർബാനയുടെ പവിത്രത, പറഞ്ഞാലും പറഞ്ഞാത്ത തീരാത്ത വിശേഷങ്ങളുമായി ഇത്തവണയും ക്രിസ്തുമസ് കടന്നു വന്നിരിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഇടുക്കി വിഷന്റെ ക്രിസ്തുമസ് ആശംസകൾ. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.